ഹലോ സ്റ്റുഡൻസ്, സ്ട്രക്ചറൽ ആൻഡ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ആദ്യത്തെ ഓൺലൈൻ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കോളത്തിൻ്റെ ഒരു ഫിഗറും ദെൻ ലിൻഡൽ ആൻഡ് സൺഷെയ്ഡിൻ്റെ ഒരു ഫിഗറുമാണ് വരയ്ക്കാനുള്ളത്. ഈ ലിൻഡൽ ആൻഡ് സൺഷെയ്ൻ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻഡിലിവർ ബീം വരച്ചത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം ആ ഒരു രൂപമാണ്, പക്ഷേ അതുമായിട്ട് എൻറ്റയർലി ഡിഫറെൻറ്റുമാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ലിൻഡൽ ആൻഡ് സൺഷെയ്ഡിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് ലിൻഡൽ കം സൺഷെയ്ഡ്. എന്ന് വെച്ചാൽ ലിൻഡലും വേണം. നമുക്കറിയാം, നമ്മളെ ബിൽഡിങ്സിലൊക്കെ ലിൻഡലിനോട് ചേർന്നിട്ടാണ് നമ്മൾ സൺഷെയ്ഡിൻ്റെ പോർഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ലിൻഡൽ കം സൺഷെയ്ഡാണ് വരയ്ക്കേണ്ടത് വിത്ത് ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ്. എന്നിട്ട് ആ സ്പെസിഫിക്കേഷൻസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിൻഡലിൻ്റെ സ്പെസിഫിക്കേഷനും ദെൻ പിന്നെന്താണ്, നമുക്ക് സൺഷെയ്ഡിൻ്റെ സ്പെസിഫിക്കേഷൻസുമാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതനുസരിച്ചിട്ടാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സൺഷെയ്ഡിൻ്റെ ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ട്, ദെൻ സൈസ് ഓഫ് ലിൻഡൽ തന്നിട്ടുണ്ട്, അതായത് ആ ലിൻഡൽ ബീം വരുന്ന പോർഷൻ്റെ സൈസ്. ഓക്കെ, അതിൽ 350/200 mm ആണ്. അതിൽ 350 നമുക്കറിയാം എന്തായാലും എന്താ വരിക, വോൾ തിക്നെസ്സാണ് വരിക. കാരണം വോളിനകത്ത് അതേ ഡയമെൻഷൻസിലാണല്ലോ നമ്മളെ ലിൻഡിൽ വരുന്നത്. അപ്പോൾ 350 വരിക. ദെൻ 200 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലിൻഡലിൻ്റെ ഹൈറ്റ്, അതായത് അതിൻ്റെ ഡെപ്താണ് എന്ത് വരുന്നത്, 200 mm വരിക. അപ്പോൾ അതാണ് ലിൻഡൽ സൈസ് 350/200 mm. ദെൻ ബിയറിംഗ് ഇൻ എയ്തർ സൈഡ്സ്, രണ്ട് സൈഡ്സിലുള്ള ബിയറിംഗ് എത്ര വരുന്നത്? 230 mm. അതായത് ലിൻഡൽ ബീം റെസ്റ്റ് ചെയ്യുന്നത് ആ സപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം 230 mm ഒരെണ്ണം രണ്ട് സൈഡിലുണ്ടാവും. അത് രണ്ടും 230 mm ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽസാണ് പറയുന്നത്. കോൺക്രീറ്റ് M25 ഗ്രേഡ് സിമെൻ്റാണ്. ദെൻ സ്റ്റീല് Fe415 സ്റ്റീലാണ്. ഇത് രണ്ടും നമുക്ക് എന്താണ്, ഫിഗർ വരയ്ക്കാൻ ആവശ്യമില്ല, പക്ഷേ അതാണ് നമ്മളെ സ്പെസിഫിക്കേഷൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് റെയിൻഫോഴ്സ്മെൻറ്റ് എന്താണ്? മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 12 mm ഡയ HYSD ബാസ് 4 നമ്പേഴ്സാണ്. 4 മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെന്താണ്, അതിൽ 2 നമ്പേഴ്സ് സ്ട്രെയിറ്റ് ആണ്, 2 നമ്പേഴ്സ് ക്രാങ്ക്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 റെയിൻഫോഴ്സ്മെൻറ്റ്സ് ഉള്ളതിൽ 2 റെയിൻഫോഴ്സ്മെൻറ്റ് ക്രാങ്ക്ഡ് ആണ്, 2 സ്ട്രെയിറ്റുമാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം ഇൻട്രസ്റ്റഡ് ആണ്, 4 റെയിൻഫോഴ്സ്മെൻറ്റ്സിൽ 2 കോർണേഴ്സ് ഉള്ളത് എന്തായാലും ക്രാങ്ക്ഡ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്താണ്, അതിൻ്റെ മിഡിലിൽ വരുന്ന 2 റെയിൻഫോഴ്സ്മെൻറ്റ്സ് ആയിരിക്കും ക്രാങ്ക്ഡ് ആയിട്ടുള്ളത്. ദെൻ അടുത്തത് എന്താണ്, ഹാങ്ങർ ബാസ്, അതായത് ടോപ്പ് ബാസ് എന്താണ്, 2 നമ്പേഴ്സ് ഉള്ളത് 10 mm ഡയ HYSD ബാസാണ്. ദെൻ എന്താണ്, സ്റ്റിറപ്സ് 6 mm ഡയയുടെ 2 ലെഗ്ഡ് സ്റ്റിറപ്സാണ്, 150 mm സെൻറ്റർ ടു സെൻറ്ററാണ്. ഓക്കെ, ദെൻ അടുത്തത് സൺഷെയ്ഡിൻ്റെ സ്പെസിഫിക്കേഷനാണ് പറയുന്നത്. ഈ സൺഷെയ്ഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? പ്രൊജക്ഷൻ ബിയോണ്ട് ഔട്ടർ വാൾ, അതായത് വാളിൽ നിന്നും തെറിച്ച് നിൽക്കുന്ന സൺഷെയ്ഡിൻ്റെ ആ പോർഷൻ ഉണ്ടല്ലോ, അത് 600 mm ആയിരിക്കും. ദെൻ തിക്നെസ് ആയിട്ട് ഫിക്സ്ഡ് എൻഡിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് 180 mm ആയിരിക്കും. ദെൻ തിക്നെസ് ആയിട്ട് ഫ്രീ ഹാൻഡ് 60 mm ആയിരിക്കും. പിന്നെന്താണ്, ഇതിൻ്റെ മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റും ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെയും എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, അത് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദെൻ അടുത്തത് എന്താണ്, ലിൻഡലിൻ്റെയും സൺഷെയ്ഡിൻ്റെയും ക്ലിയർ കവർ എന്ന് പറയുന്നത് 25 mm എടുത്താൽ മതി എല്ലാ സൈഡ്സിലും, 4 സൈഡ്സിലും. പിന്നെന്താണ്, 1 extra 8 mm ഡയ മേ ബി യൂസ്ഡ് ടു സപ്പോർട്ട് അറ്റ് ദ ജോയിൻ്റ് ഓഫ് സൺഷെയ്ഡ് മെയിൻ റോഡ്സ്. അതെന്താണ്, നമുക്ക് കമ്പൽസറി അല്ല. 1 extra ബാർ 8 mm ഡയയുടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സൺഷെയ്ഡിൻ്റെ മെയിൻ റോഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിൽ യൂസ് ചെയ്യാം, ലിൻഡൽ ബീമിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏകദേശം ഒരു റഫ് ഫിഗർ ഉണ്ടാക്കണം. റഫ് ഫിഗർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഏകദേശം ഒരു ലിൻഡൽ സൺഷെയ്ഡ് വരുമ്പം നമുക്ക് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും ക്രോസ് സെക്ഷനുമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും എപ്പോഴും എങ്ങനെ വരിക, ഏകദേശം ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. പിന്നെന്താണ്, നമുക്ക് തന്നെ ലിൻഡൽ ബീമിൻ്റെ ക്രോസ് സെക്ഷനും അതുപോലെ നമുക്കൊന്ന് ഏകദേശം ഒന്ന് ഇമാജിൻ ചെയ്ത് വരച്ച് നോക്കാം ഏകദേശം എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവിടെ ആയിരിക്കും റെയിൻഫോഴ്സ്മെൻറ്റ്സ് വരുന്നുണ്ടാവുക. ദെൻ എന്താണ്, സൺഷെയ്ഡ് എങ്ങനെ വരുന്നുണ്ടാവുക, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിലും തന്നെ നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, ഈ മിഡിലിൽ നിന്ന് ഇങ്ങോട്ട് മേലെക്കൂടെ റെയിൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. ഇവിടെ 25 mm കവർ ആയിരിക്കും എല്ലാ സൈഡ്സിലും, അവിടെ അത് ശ്രദ്ധിക്കേണ്ട. ദെൻ എന്താണ്, ഇതായിരിക്കും നമ്മളെ ലിൻഡൽ ആൻഡ് സൺഷെയ്ഡിൻ്റെ
ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു റഫ് ഫിഗർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ റഫ് ഫിഗറിലോട്ട് എവിടേക്കാണ് നമ്മൾ ഡയമെൻഷൻസ് വേണ്ടതെന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ്സും കൂടെ ഒന്ന് റഫായിട്ട് ആദ്യം വരച്ചിടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മേലെ താഴൊരു മെയിൻ റെയിൻഫോഴ്സ്മെൻ്റ് ഉണ്ടാവും, ദെൻ ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെൻ്റ് ഉണ്ടാകും, ദെൻ എന്താണ് ഒരു രണ്ട് ക്രാങ്ക്ഡ് ബാർസ് ഉണ്ട് എന്നുള്ളത് അവർ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ക്രാങ്ക്ഡ് ബാർസ് വരച്ച് വെച്ചു, ഇത്രയും ചെയ്തു വെച്ചു. ഇനി നമ്മളെന്താണ് ഇതൊക്കെ എന്താണ് എന്നുള്ളത് ഈ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിയറിങ്ങിൻ്റെ ആയിരിക്കും. ബിയറിങ് ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കണേ 230 ആണ്, അതോടെ എഴുതി വയ്ക്കാം. ദെൻ എന്താണ് സൺഷൈനിൻ്റെ ലിൻഡലിൻ്റെ സൈസ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 350/200 ആണ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 200 ആയിരിക്കും. അതേപോലെ തന്നെ വാളിൻ്റെ ഈ ഡിസ്റ്റൻസ് 350 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു റഫ് ഫിഗർ ഉണ്ടാക്കിയിട്ട് ആ റഫ് ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിലിംഗ് എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വരച്ച ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിനകത്ത് അതേപോലെ ഒരു റഫ് ഫിഗർ വരച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്ത് ഇത് വരയ്ക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യം റഫ് ഫിഗർ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്ന ഡീറ്റെയിൽസ് ഇതിലെവിടേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പിന്നീട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഫസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് ലിൻഡലിൻ്റെ ക്ലിയർ സ്പാൻ ഓഫ് ലിൻഡൽ 1500 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലിൻഡലിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് ഈ സപ്പോർട്ടിൽ നിന്നും അതിൻ്റെ അടുത്ത സപ്പോർട്ട് വരെയുള്ള ഡിസ്റ്റൻസാണ്. അതെന്താണ് 1500 mm ആണ്. ഓക്കെ, അപ്പോൾ അതവിടെ വരുന്നത് എന്നുള്ളത് ക്ലിയറായി. അടുത്ത് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്താണ്, അടുത്ത് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഓഫ് ലിൻഡൽ 350/200 mm ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ഫിഗറിലോട്ട് വരാം. ഈ ഫിഗറിനകത്ത് നമുക്കറിയാം 350/200 ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 350 നമുക്ക് എവിടെ കാണുള്ളൂ, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനകത്തെ 350 കാണാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ 350 നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനകത്ത് കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 200 mm നമുക്ക് ഏതിലാണ് കാണാൻ കഴിയുക, ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനകത്തെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്ന 350/200 എന്ന ലിൻഡലിൻ്റെ ഡയമെൻഷന് 350 എന്നുള്ളത് ഇതിനകത്ത് നമുക്ക് ക്രോസ് സെക്ഷനകത്തും അതേപോലെ തന്നെ 200 mm എന്നുള്ളത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനകത്തും കാണാൻ കഴിയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ വരച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, അടുത്തത് നമുക്ക് എന്ത് സ്പെസിഫിക്കേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം. ബിയറിംഗ് ഇൻ എയ്തർ സൈഡ് 230 mm അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ബിയറിങ്സ് എവിടെയാണ്, ഇവിടെ ഒരു ബിയറിംഗ് ഉണ്ട്, ഇതേപോലെ ബിയറിംഗ് അവിടെയുണ്ട്. അപ്പോൾ അതെന്താണ് 230 mm ആണ്. അപ്പോൾ അതും എവിടെയാണ് വരേണ്ടതെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ ഇത്രയും പോർഷൻ നമ്മൾ കവർ ചെയ്തു. ദെൻ അടുത്ത സ്പെസിഫിക്കേഷൻ എന്താണ്, മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് 12 mm ഡയയുടെ HYSD ബാർസ് 4 നമ്പേഴ്സാണ്. അതിൽ 2 സ്ട്രെയിറ്റും പിന്നെന്താണ് 2 ക്രാങ്ക്ഡുമാണ് വിത്ത് ക്ലിയർ സ്പാനോ L/5 ഫ്രം ഈച്ച് സപ്പോർട്ട്സ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് എവിടെയാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ക്രോസ് സെക്ഷൻ എടുക്കാം. അപ്പോൾ ക്രോസ് സെക്ഷനിൽ നമുക്കറിയാം മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്, താഴെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ താഴെ 1 2 3 4 അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു ഇതിനകത്ത് മിഡിലിൽ വരുന്ന റെയിൻഫോഴ്സ്മെൻറ്റുകളാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ക്രാങ്ക് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാം, നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനകത്ത് എത്ര ഡിസ്റ്റൻസിലാണ് ക്രാങ്കിങ് കൊടുക്കേണ്ടതെന്നുള്ളത് അറിയണ്ടേ. ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ആ ക്രാങ്കിങ്ങിൻ്റെ ഡിസ്റ്റൻസ് തരും, അതല്ല എന്നുണ്ടെങ്കിൽ അവരെന്താണ് ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുള്ളത്, L/5 ഫ്രം ഈച്ച് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനകത്ത് ഏതാണ് നമ്മൾ സപ്പോർട്ട്, ഈ കോൺക്രീറ്റിങ് ചെയ്ത് ഇതാണ് നമ്മൾ സപ്പോർട്ട് അല്ലേ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് L/5 ഡിസ്റ്റൻസ്, L എന്ന് പറയുന്നത് 1500 ആണ്. അപ്പോൾ 1500 / 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 300 mm കിട്ടും. അപ്പോൾ ആ 300 mm ഡിസ്റ്റൻസിൽ നിന്നാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്, ക്രാങ്കിങ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റഫ് ഫിഗറിനകത്ത് വരച്ച് വയ്ക്കാം.
ഓക്കെ. അപ്പോൾ അടുത്ത നമ്മുടെ സ്പെസിഫിക്കേഷൻ എന്താണ്? ഹാങ്ങർ ബാസ്, ടോപ്പ് ബാസ് 2 നമ്പേഴ്സ് 10 mm ഡയയുടെ HYSD ബാസ് ആയിരിക്കും. അതായത് നമ്മളെ ക്രോസ് സെക്ഷൻ എടുക്കുക. ഈ ക്രോസ് സെക്ഷനകത്ത് ഇതിൽ ഈ മേളിൽ കൊടുത്തേക്കുന്ന ഇത് രണ്ടുമാണ് നമ്മളെ ഹാങ്ങർ ബാസ് അല്ലേ. അപ്പോൾ അതെന്താണ്? 2 നമ്പേഴ്സ് 10 mm ഡയ ടോപ്പ് ഹാങ്ങർ ബാസാണ്. ഓക്കെ. അപ്പോൾ ആ ഹാങ്ങർ ബാസ് നമ്മൾ എന്ത് ചെയ്യാം? വരച്ച് വയ്ക്കാം. ഓക്കെ. ദെൻ അടുത്തത് നമ്മൾ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അടുത്ത സ്പെസിഫിക്കേഷൻ എന്താ കൊടുത്തേക്കണത്? സ്റ്റിറപ്സ് 6 mm ഡയയുടെ 2 ലെഗ്ഡ് സ്റ്റിറപ്സ് 150 mm സെൻറ്റർ ടു സെൻറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റിറപ്സ് 6 mm ഡയയുടെ 2 ലെഗ്ഡ് സ്റ്റിറപ്സ് 150 mm സെൻറ്റർ ടു സെൻറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ഫിഗർ എടുക്കാം. അപ്പോൾ ഇതിൽ സ്റ്റിറപ്സ് 150 mm സെൻറ്റർ ടു സെൻറ്ററിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എടുക്കുക. ഈ ഫസ്റ്റ് നമുക്ക് കവർ എത്ര കൊടുക്കേണ്ടതെന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 25 mm ആണ് കവർ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ 25 mm ആണ് ഇവിടെയും കൊടുക്കേണ്ടത്, ഇവിടെയും കൊടുക്കേണ്ടത്, ഇവിടെയും കൊടുക്കേണ്ടത്. അപ്പോൾ ആ 25 mm ഡിസ്റ്റൻസ് നമ്മളിവിടെ കൊടുത്തു വയ്ക്കുക. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റിറപ്സിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് സ്റ്റിറപ്സിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് എത്രയാണെന്ന് നോക്കുക. 6 mm ഡയയുടെ 2 ലെഗ്ഡ് സ്റ്റിറപ്സ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് മുന്നുള്ള ഫിഗേഴ്സ് ഡ്രോയിങ്സ് വരച്ച പോലെ 150 mm സെൻറ്റർ ടു സെൻറ്ററിൽ എന്ത് ചെയ്യണം? ഇതിൽ നമ്മൾ ഇതിൽ നമ്മുടെ സ്റ്റിറപ്സ് വരയ്ക്കണം, കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കണം. ദെൻ എന്താണ്? നമ്മൾ L/5 ഡിസ്റ്റൻസിനകത്താണ് നമ്മൾ ഇത് കൊടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു. ആ L/5 ഡിസ്റ്റൻസിൻ്റെ അവിടുന്ന് നമ്മൾ മുന്നേ ഫിഗർ വരച്ച സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംഗിള് ക്രാങ്കിങ്ങിൻ്റെത് 45 ഡിഗ്രി ആണെന്നുള്ളത്. അതുകൊണ്ട് അത് ക്വസ്റ്റ്യനിൽ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 45 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ക്രാങ്കിങ് കൊടുക്കണം. ഇതിൽ ഈ ആരോസ് ഇട്ടേക്കുന്നത് എല്ലാം നമ്മൾ ഒരേ ഡിസ്റ്റൻസിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരോസ് ഇട്ടേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സ്പെസിഫിക്കേഷൻസ് നമ്മൾ കൊടുത്തു. ദെൻ അടുത്തത് എന്താണ്? സൺഷെയ്ഡ്. അപ്പോൾ നമ്മൾ ലിൻഡലിൻ്റെ പോർഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. ഓക്കെ. അടുത്തത് നമ്മൾ സൺഷെയ്ഡാണ്. അപ്പോൾ സൺഷെയ്ഡ് സ്പെസിഫിക്കേഷൻ എന്താണ്? പ്രൊജക്ഷൻ ബിയോണ്ട് ഔട്ടർ വോൾ 600 mm ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ റഫ് ഫിഗർ എടുക്കുക. ആ റഫ് ഫിഗറിനകത്ത് നമുക്കറിയാം ഇതാണ് നമ്മളെ വോള് അല്ലേ. അപ്പോൾ ഈ വോളിൽ നിന്ന് ഇവിടുന്ന് വരുന്നത് മുഴുവൻ നമ്മളെ പ്രൊജക്ഷനാണ്. അപ്പോൾ ആ പ്രൊജക്ഷൻ എന്താണ്? 600 mm ആണ്. ഓക്കെ. അപ്പോൾ അത് 600 mm വരയ്ക്കാം. ദെൻ അടുത്തത് എന്താണ്? നമുക്ക് അടുത്ത സ്പെസിഫിക്കേഷൻ തന്നേക്കുന്നത് തിക്നെസ് ഓഫ് ഫിക്സ്ഡ് എൻഡ് 180 തിക്നെസ് ഓഫ് ഫ്രീ എൻഡ് 60 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനകത്ത് ഇതിൻ്റെ തിക്നെസ് ഓഫ് ഫിക്സ്ഡ് എൻഡ് ഇതാണ്. അപ്പോൾ ഇത് 180 ആയിരിക്കും. ഓക്കെ. ദെൻ എന്താണ്? നമ്മളെ തിക്നെസ് ഓഫ് ഫ്രീ എൻഡ് എന്ന് പറയുമ്പം ഈ പോർഷനാണ് വരിക. ഈ പോർഷൻ വരുമ്പോൾ ഇതെന്താണ്? 60 ആയിരിക്കും. അപ്പോൾ അവിടെ അതും നമ്മൾ എന്ത് ചെയ്യുക? റഫ് ഫിഗറിനകത്ത് വരച്ച് വയ്ക്കാം. ദെൻ അടുത്ത നമുക്ക് തന്നേക്കുന്നത് മെയിൻ ബാസ്. ഇത് ശ്രദ്ധിക്കാം. മെയിൻ ബാസ് 10 mm ഡയ HYSD 150 mm സെൻറ്റർ ടു സെൻറ്റർ. ഡിസ്ട്രിബ്യൂഷൻ വാർ 6 mm ഡയ 150 mm സെൻറ്റർ ടു സെൻറ്റർ. ഓക്കെ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇതിൽ നമ്മുടെ സൺഷെയ്ഡ് എടുക്കുമ്പോൾ സൺഷെയ്ഡിനകത്ത് എന്താണ്? നമ്മളെ മെയിൻ ബാർ എന്ന് പറയുന്നത് ഈ പോകുന്ന ലൈൻ നമ്മളെ മെയിൻ ബാർ. ഓക്കെ. അപ്പോൾ ഈ മെയിൻ ബാറിൻ്റെ ഡയമെൻഷനാണ് എന്ത്? 10 mm ഡയ 10 mm ഡയ ബാസ് 150 mm സെൻറ്റർ സെൻറ്ററാണ്. അത് നമുക്ക് ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ആകെ ഒന്നല്ലേ വരയ്ക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് നിർബന്ധമില്ല. ദെൻ അടുത്തത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ബാർ 6 mm ഡയയുടെ 150 mm സെൻറ്റർ ടു സെൻറ്ററാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഔട്ടർ പോർഷൻ എത്തുന്നവരെ നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ? അത് വരയ്ക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ. അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്യുക? 150 mm സെൻറ്റർ ടു സെൻറ്ററിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് കൊടുക്കാം. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ വരച്ച് വെച്ചു. ദെൻ നമ്മൾ അടുത്തത് എന്താണ്? ബോത്ത് ഫോർ ലിൻഡൽ ആൻഡ് സൺഷെയ്ഡ് ക്ലിയർ കവർ 25 mm ഓൺ ഓൾ സൈഡ്സ്. അപ്പോൾ അതിൽ നിന്നും എന്ത് മനസ്സിലായി? നമ്മളെ ഈ സൺഷെയ്ഡിൻ്റെ ഈ കവറും 25 mm ആണ് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ.
ഇവിടെയും 25 ആണ്, ഇവിടെയും 25 ആണ്, ഇവിടെയും 25 ആണ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും ഉയരം വരാത്തതുകൊണ്ട് എന്താണ് ഈ രണ്ട് റെയിൻഫോഴ്സ്മെൻറ്റ്സും തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ആണ്. അപ്പോൾ അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമുക്ക് ഹൈറ്റ് വരില്ല. അതുകൊണ്ട് ഇവിടുത്തെ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ചാണ് ഈ റെക്റ്റാങ്കിൾ നമ്മൾ ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ വീതി എന്ന് പറഞ്ഞാൽ ഇവിടെ 25ഉം ഈ സൈഡിൽ 25ഉം മാറ്റിക്കഴിഞ്ഞാൽ അവിടെ വരുന്നതാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ വീതി വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് വരയ്ക്കാം. ദെൻ അടുത്തത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 extra bar 8 mm ഡയ മേ ബി യൂസ്ഡ് ടു സപ്പോർട്ട് അറ്റ് ദ ജോയിൻറ്റ് ഓഫ് സൺഷെയ്ഡ് മെയിൻ റോഡ്സ്. അതായത് നമ്മൾ ഈ സൺഷെയ്ഡിൻ്റെ ഈ മെയിൻ റോഡ് പോകുന്നുണ്ടല്ലോ, ഇവിടെ ശ്രദ്ധിക്കുക, സൺഷെയ്ഡിൻ്റെ ഈ മെയിൻ റോഡ് പോകുന്നുണ്ടല്ലോ, ഈ മെയിൻ റോഡ് ലിൻഡലിനോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ 8 mm ഡയാബാർ കൊടുക്കാൻ പറ്റും. അതാണ് ആ പറഞ്ഞേക്കുന്ന ലാസ്റ്റ് സ്പെസിഫിക്കേഷൻ. അത് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നീട്ടി വരയ്ക്കാം. ഇൻ കേസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അഥവാ എനിക്ക് എക്സാമിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്കത് സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ലിൻഡൽ ആൻഡ് സൺഷെയ്ഡിൻ്റെ പോർഷന്. ഇത് സിമ്പിളാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിന് മുന്നേ വരച്ച ഡ്രോയിങ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരയ്ക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രോയിങ് വരയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ആദ്യമേ ഒരു റഫ് ഫിഗർ വരച്ചിട്ട് ഒരു ലിൻഡൽ ആൻഡ് സൺഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു റഫ് ഫിഗർ വരച്ച് ആ റഫ് ഫിഗറിൽ തന്ന സ്പെസിഫിക്കേഷൻസിലുള്ള എല്ലാ ഡാറ്റാസും അടയാളപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ അടയാളപ്പെടുത്തുന്നതോട് കൂടി നിങ്ങൾക്ക് ഏകദേശം അത് വരയ്ക്കാൻ പഠിയും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ജനറലായിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞു എന്ത്, നമുക്ക് ബോത്ത് ഫോർ ലിൻഡൽ ആൻഡ് സൺഷെയ്ഡ് ക്ലിയർ കവർ എന്താണ് 25 mm ആണ് എല്ലാ സൈഡ്സിലും. ഓക്കെ, അത് നമ്മളോട് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇൻ കേസ് അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുക, നമുക്കെന്ന് വെച്ചാൽ കവർ തന്നിട്ടേ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നേക്കുന്ന കവറ് 15 mm എടുക്കാം. എങ്ങനെയാണെങ്കിൽ ഈ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമെൻഷന് 15 mm കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ബാസ് കണ്ടോ, ഒന്ന് 12 mm ആണ്, ഒന്ന് 10 mm ആണ് അല്ലേ, പിന്നെ ഒന്ന് 8 mm. ഇത് മൂന്നും എന്തല്ല 15 mm കൂടുതലല്ല. ഇതിലേതെങ്കിലും ഒന്ന് 15 mm കൂടുതലാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, ക്ലിയർ കവർ എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, അതെടുക്കാത്ത സ്ഥിതിക്ക് നമുക്ക് 15 mm എടുക്കാമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇൻ കേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ 15 mm കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെക്കുക. ഇൻ കേസ് എക്സാമിന് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലിയർ കവർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ സ്റ്റാൻഡേർഡായിട്ട് എടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഈ റെയിൻഫോഴ്സ്മെൻറ്റ് നോക്കാം. ഇവിടെ കണ്ടോ 6 mm ഡയ 2 legged ആ സ്റ്റിറപ്പിൻ്റെ അല്ല, ഇവിടെ കൊടുത്തേക്കുന്ന ഈ 10 mm ഡയ ഈ മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് ശ്രദ്ധിക്കുക. 12 mm ഡയയുടെ മെയിൻ റെയിൻഫോഴ്സ്മെൻ്റ് ഉണ്ടല്ലോ, ഈ മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് തന്നേക്കുന്നത് 15 mm കൂടുതലാണോ എന്ന് നോക്കുക. ഇൻ കേസ് 15 mm കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആയിട്ട് എന്തെടുക്കാം, ഈ കവർ എടുക്കാം. അതല്ല 15 mm കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 mm എടുക്കാം. അതല്ല നിങ്ങൾക്ക് എക്സാമിന് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. അതായത് നമുക്ക് ഇവിടെ തന്ന പോലെ 25 mm തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. അതൊരു ജനറൽ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നോട്ട് ചെയ്യുക. ഡയറക്റ്റ് ഈ ഫിഗർ നോക്കിയിട്ട് വരയ്ക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ റഫ് ഫിഗർ വരച്ചിട്ട് ആ റഫ് ഫിഗറിൽ ഈ തന്ന ഡാറ്റാസ് ഞാൻ പറഞ്ഞ പോലെ അടയാളപ്പെടുത്തിയിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഡ്രോയിങ് വരയ്ക്കാൻ നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ നന്നാവുക, അതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനും ഈസി ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ.